അമ്മയും മകളും തമ്മിലുള്ള ഗാഢമായ ബന്ധത്തിൻ്റെ കഥ പറയുന്ന സിനിമയാണ് 2016 ഇറങ്ങിയ ഒരു ജപ്പാനീസ് സിനിമ ബർത്ത്ഡേ കാർഡ്. ഒരമ്മ തൻ്റെ മരണശേഷം തൻ്റെ മകൾ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയെന്ന് മരണത്തിന് മുമ്പേ കത്തുകൾ എഴുതി വയ്ക്കുന്നതും പിന്നീട് ആ കത്തുകൾ അവളുടെ ഓരോ ജന്മദിനത്തിലും അവൾക്ക് ലഭിക്കുന്നതുമാണ് സിനിമയുടെ ഇതിവൃത്തം. 10 വയസ്സുള്ള ഒരു മകൾ, അവളുടെ അപ്പൻ, അമ്മ, അനുജൻ, അങ്ങനെ വളരെ സന്തോഷത്തോടെ പോകുന്ന ഒരു കുടുംബം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവളുടെ അമ്മയ്ക്ക് ഒരു മാരകമായ അസുഖം വരുന്നത്. അത് മരണകാരണമാണ് എന്നെല്ലാവർക്കും മനസ്സിലാകുന്നു. ആ ഇടയ്ക്ക് തന്നെയാണ് ഈ മകളുടെ 10 വയസ്സുള്ള മകളുടെ ജന്മദിനം സമാഗതമാകുന്നത്. ജന്മദിനം ആഘോഷിക്കുന്നതിനിടയിൽ അമ്മ മകൾക്കൊരു കത്ത് കൊടുക്കുകയാണ്. കത്ത് കിട്ടിക്കഴിയുമ്പോൾ മകൾക്ക് ഭയങ്കര സന്തോഷം. അവൾ ചോദിക്കുന്നു, അമ്മേ, എൻ്റെ അടുത്ത വർഷങ്ങളിലെ ജന്മദിനത്തിലും അമ്മ എനിക്ക് കത്തുകൾ ഇങ്ങനെ തരുമോ? അമ്മ പറയുന്നു, തീർച്ചയായിട്ടും നിൻ്റെ 11ാമത്തെ വയസ്സിലെ ജന്മദിനത്തിനും 12ാം ജന്മദിനത്തിനും 13ാം ജന്മദിനത്തിനും നിനക്ക് ഞാൻ കത്തുകൾ നൽകും. നിനക്ക് മാത്രമല്ല, നിൻ്റെ അനുജനും ഞാൻ കത്തുകൾ എഴുതും. അങ്ങനെ ആ ദിവസം അവിടെ അവസാനിക്കുകയാണ്. അധികം വൈകാതെ ഈ അമ്മ മരിച്ചു പോന്നു. അമ്മയുടെ മരണശേഷം ഈ 10 വയസ്സുള്ള മകളും അവളുടെ അനുജനും ഒക്കെ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നു കഴിയുമ്പം വീട്ടിലിരിക്കുന്ന അമ്മയുടെ ഫോട്ടോയുടെ അടുത്തേക്കാണ് ആദ്യം പോകുന്നത്. അവിടെ ചെന്ന്, അമ്മേ, ഞങ്ങൾ സ്കൂളിൽ നിന്ന് വന്നു, ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോയി എന്നൊക്കെ പറയുന്ന ഹൃദയസ്പർശിയായ രംഗങ്ങളുണ്ട്. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ ഇവളുടെ 11ാം ജന്മദിനമായി. 11ാം ജന്മദിനമായപ്പോഴേക്ക് ഇവൾക്ക് അമ്മയുടെ ഒരു കത്ത് കിട്ടുകയാണ്. ഈ കത്ത് യഥാർത്ഥത്തിൽ അമ്മ തൻ്റെ മരണക്കിടക്കയിൽ വെച്ച് മകളുടെ 20ാമത്തെ ജന്മദിനം വരെയുള്ള ഓരോ ജന്മദിനത്തിലും കൊടുക്കാൻ വേണ്ടി അപ്പനെ ഏൽപ്പിച്ചിട്ട് പോയ കത്തുകളാണ്. ഇവൾ ഈ കത്ത് തുറന്നു വായിക്കുമ്പം ഭയങ്കര സന്തോഷമാണ്. അമ്മയുടെ കത്താണല്ലോ. ആ കത്തിൽ എഴുതിയിരുന്നത് എങ്ങനെയാണ്: പ്രിയപ്പെട്ട മകളെ, നിൻ്റെ 11ാം ജന്മദിനത്തിൻ്റെ എല്ലാ ആശംസകളും നിനക്ക് ഞാൻ നേരുന്നു. ഈ അവസരത്തിൽ നേരിട്ട് നിന്നെ കാണാൻ സാധിക്കാത്തതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. എങ്കിലും നീയും നിൻ്റെ അനുജനും പപ്പയും ഒക്കെ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു എന്ന് ഞാൻ അറിയുന്നു, ഞാൻ കാണുന്നു. ഞാൻ മുകളിലിരുന്ന്, ഞാനായിരിക്കേണ്ട സ്ഥലത്തായിരുന്ന് നിന്നെ എപ്പോഴും കാണുകയും നിൻ്റെ പ്രവർത്തനങ്ങളെ വീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ളൊരു കത്ത്.